രാമായണ മാസം 26-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭക്തിയോടുകൂടി ശ്രീരാമനെ സ്തുതിക്കുന്ന വിഭീഷണനെ കണ്ടിട്ട് ഭക്തപ്രിയനായ ശ്രീരാമൻ ആനന്ദത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വരം നൽകാൻ എനിക്ക് താല്പര്യമുണ്ട്. ചോദിച്ചു കൊള്ളുക. എന്നെ കണ്ടെത്തിയവർക്ക് പിന്നെ ഒരിക്കലും ദുഃഖമുണ്ടാവുകയില്ല. ശ്രീരാമന്റെ അമൃതസമാനമായ വാക്കുകൾ കേട്ടിട്ട് വിഭീഷണൻ സന്തോഷത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു: ഭഗവാനെ, ഞാൻ ധന്യനും കൃതാർത്ഥനുമായി. എന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി. അങ്ങയുടെ പാദപങ്കജം ദർശിക്കാൻ കഴിഞ്ഞതിനാൽ ഞാൻ മുക്തനായി. എനിക്ക് തുല്യം ധന്യനോ ശുദ്ധനോ ആയി ലോകത്താരുമില്ല. എന്റെ കർമ്മബന്ധങ്ങൾ നശിക്കാൻ നിർമ്മലമായ പരമാർത്ഥ ജ്ഞാനവും ഭക്തിയും അങ്ങയെ ധ്യാനിക്കാനുള്ള സൂക്ഷ്മമാർഗവും എനിക്ക് ഉപദേശിച്ചു തരണം. വിഷയസുഖങ്ങളിൽ എനിക്കൊട്ടും ആശയില്ല. അങ്ങയുടെ പാദകമലങ്ങളിൽ എനിക്കെപ്പോഴും അചഞ്ചലമായ ഭക്തി ഉണ്ടായിരിക്കണം. ഇത് കേട്ടിട്ട് സന്തുഷ്ടനായ ശ്രീരാമൻ വിഭീഷണനോട് പറഞ്ഞു: ലൗകിക വിഷയങ്ങളിൽ വിരക്തനും ശാന്തരും ശുദ്ധിമതികളും ഭക്തരും ജ്ഞാനികളുമായ യോഗ്യമാരുടെ മനസ്സിൽ ഞാൻ സീതാസമേതനായി സന്തോഷപൂർവ്വം വസിക്കുന്നു. അതിനാൽ നീ എന്നെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് വാഴുക. നിനക്ക് മോക്ഷം ലഭിക്കും. അതുമാത്രമല്ല, നീ ആലപിച്ച ഈ സ്തോത്രം വളരെ ശുദ്ധിയോടെ നിത്യവും ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് മുക്തി ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം ഭക്തപ്രിയനായ ശ്രീരാമൻ ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു: ഇവൻ എന്റെ കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ ഇവന് ലഭിക്കണം. ലങ്കാധിപനായി ഇവനെ വേഗം അഭിഷേകം നടത്തുക. സമുദ്രജലം കൊണ്ടുവരാൻ വാനരന്മാരോട് ആജ്ഞാപിക്കുക. സൂര്യചന്ദ്രന്മാരും ആകാശവും ഭൂമിയും എന്റെ കഥയുമുള്ള കാലം വരെ എന്റെ ആജ്ഞ അനുസരിച്ച് വിഷ്ണുഭക്തനായ വിഭീഷണൻ ലങ്ക ഭരിക്കട്ടെ. ശ്രീരാമചന്ദ്രന്റെ ആജ്ഞ അനുസരിച്ച് ലക്ഷ്മണൻ വാനരശ്രേഷ്ഠന്മാരുടെ അകമ്പടിയോടുകൂടി വിഭീഷണനെ അഭിഷേകം ചെയ്തു. 3 ലോകങ്ങളിലെയും സജ്ജനങ്ങൾ നന്ന് എന്ന് പറഞ്ഞ ഈ സൽക്കർമ്മത്തെ പ്രശംസിച്ചു. ദേവന്മാർ ആദരപൂർവ്വം പൂമഴ ചൊരിഞ്ഞു. അപ്സര സ്ത്രീകൾ നൃത്തഗീതാദികളിലൂടെ പുരുഷോത്തമനായ ശ്രീരാമനെ ഭജിച്ചു. ഗന്ധർവന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ മുതലായവരും നിറഞ്ഞ സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി. ദേവന്മാർ പെരുമ്പറ മുഴക്കി. രാക്ഷസ ശ്രേഷ്ഠനായ വിഭീഷണനെ സുഗ്രീവൻ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു: 14 ലോകത്തിന്റെയും നാഥനായ ശ്രീരാമകിങ്കരന്മാരിൽ പ്രമുഖനാണ് ഭവാൻ. രാവണവധത്തിനു വേണ്ടി കഴിവുള്ള സഹായം അങ്ങ് നൽകണം. ഞങ്ങളെല്ലാം മുമ്പേ നടക്കാം. ഈശ്വര സേവ കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് വിഭീഷണൻ പറഞ്ഞു: ജഗന്മയനും അഖിലേശ്വരനും സകലത്തിനും സാക്ഷിയായ ഭഗവാന് നാം എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഭഗവാനായ ശ്രീരാമചന്ദ്രന് ബന്ധുവെന്നോ ശത്രുവെന്നോ ഭാവമില്ല. രാക്ഷസ നായകനായ വിഭീഷണന്റെ വാക്കുകൾ കേട്ട് ഭക്തനും സൂര്യപുത്രനുമായ സുഗ്രീവൻ സന്തോഷിച്ചു. രാക്ഷസവീരനായ രാവണൻ പറഞ്ഞതനുസരിച്ച് ശുഗൻ എന്ന രാക്ഷസൻ ആകാശമാർഗത്തിൽ വന്നു നിന്നുകൊണ്ട് വാനര രാജാവായ സുഗ്രീവനെ വിളിച്ച് രാവണന്റെ സന്ദേശം ഇങ്ങനെ അറിയിച്ചു: സൂര്യപുത്രനും പരാക്രമശാലിയും ഭാഗ്യാംബുദിയും വാനര രാജാക്കന്മാരുടെ മഹത്തായ കുലത്തിൽ ജനിച്ചവനുമായ സുഗ്രീവ, നീ ഇന്ദ്രപുത്രനായ ബാലിയുടെ അനുജനായതുകൊണ്ട് ഭവാൻ എനിക്ക് സഹോദര തുല്യനത്രേ. നിന്നോട് എനിക്കോ എന്നോട് നിനക്കോ ഒരു വിരോധവുമില്ല. രാജകുമാരനായ രാമന്റെ ഭാര്യയെ ഞാൻ ചതിച്ചു പിടിച്ചുകൊണ്ടു പോന്നു. അതിന് നിനക്കെന്താണ്? വാനര സൈന്യത്തോടു കൂടി നീ കിഷ്കിന്ധയിലേക്ക് മടങ്ങിപ്പോകൂ. ദേവന്മാർക്ക് പോലും കടന്നു വരാൻ പ്രയാസമുള്ളതാണ് എന്റെ ലങ്കാനഗരം. നിസ്സാരന്മാരായ മനുഷ്യരും ദുർബലരായ കുരങ്ങന്മാരും ഇവിടെ വന്ന് എന്നോട് എന്ത് കാട്ടാനാണ്? നീ അറിവില്ലായ്മ കൊണ്ട് ഇവിടെ വന്ന് ഒന്നിനും തയ്യാറാവരുത്. ശുഗന്റെ ഈ വാക്കുകൾ കേട്ട് വാനരന്മാർ പെട്ടെന്ന് എഴുന്നേറ്റ് അവനെ ചാടിപ്പിടിച്ച് കൈചുരുട്ടി ഇടി തുടങ്ങി. മർദ്ദനമേറ്റ ശുഗൻ രാമനെ വിളിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു: കരുണാനിധിയായ രാമ, എന്നെ രക്ഷിക്കണേ. പണ്ട് മുതലേ ആരും ദൂതനെ വധിക്കാറില്ല. നാഥ, ധർമ്മം രക്ഷിക്കണേ. ഈ വാനരന്മാരെ തടുക്കണേ. മാനവീര, ഞാൻ മരിക്കാറായി. എന്നെ രക്ഷിക്കണേ. ശുഗന്റെ ആ നിലവിളി കേട്ട് ഭക്തപ്രിയനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വാനരന്മാരെ വിലക്കി. അതോടെ ശുഗൻ മുകളിലെത്തി. അനന്തരം സന്തോഷത്തോടെ സുഗ്രീവനോട് ചോദിച്ചു: ഞാൻ ചെന്ന് എന്താണ് രാവണനോട് പറയേണ്ടത്? അത് കേട്ടിട്ട് സുഗ്രീവൻ ശുഗനോട് പറഞ്ഞു: പ്രശസ്തനായ ബാലിയെ എന്നെപ്പോലെ പുത്രന്മാർ, സൈന്യം എന്നിവരോടൊപ്പം ഭവാനിയും വധിക്കണം. ശ്രീരാമന്റെ പത്നിയെ കട്ടുകൊണ്ടുപോയ കള്ളനെ കൊന്ന് സീതാദേവിയെ കിഷ്കിന്ധയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല എന്ന് നീ ചെന്ന് രാവണനോട് പറയൂ. സുഗ്രീവൻ പറഞ്ഞത് കേട്ടിട്ട് ശ്രീരാമദേവൻ അരുളി ചെയ്തു: വാനരന്മാരെ, ശുഗനെ ബന്ധിച്ച് അവനെ ഉപദ്രവിക്കാതെ സൂക്ഷിച്ചു കൊള്ളുക. ഞാൻ പറഞ്ഞിട്ടേ ഇവനെ വിട്ടയക്കാവൂ. ഇത് കേട്ടിട്ട് പരാക്രമശാലികളായ വാനരന്മാർ ശുഗനെ പിടിച്ചുകെട്ടി സൂക്ഷിച്ചു. ശാർദൂലൻ എന്ന രാക്ഷസൻ ഇതെല്ലാം
കണ്ടിട്ട് ദുഃഖത്തോടെ രാവണന്റെ സമീപത്തെത്തി നടന്നതെല്ലാം പറഞ്ഞു. എല്ലാം നല്ലവണ്ണം മനസ്സിലാക്കിയ രാക്ഷസ രാജാവായ രാവണൻ ദുഃഖിതനും ചിന്താകുലനുമായി ദീർഘശ്വാസം വിട്ട് പോംവഴി കാണാതെ വിഷമിച്ചു. ദശരഥപുത്രനായ ശ്രീരാമൻ സുഗ്രീവാദികളായ കപിവരന്മാരോടും രാക്ഷസ ശ്രേഷ്ഠനായ വിഭീഷണനോടും ലക്ഷ്മണനോടും കൂടി അനന്തര കാര്യങ്ങളെക്കുറിച്ച് ആലോചന തുടങ്ങി. കടൽ കടക്കാൻ എന്താണൊരു വഴിയെന്ന് എല്ലാവരും കൂടി ആലോചിച്ച് പറയുവിൻ എന്ന് ശ്രീരാമൻ പറഞ്ഞത് കേട്ട് അവരെല്ലാം കൂടി ആലോചിച്ചതിനു ശേഷം ദേവപ്രവരനായ വരുണനെ ഭജിച്ചാൽ അദ്ദേഹം വഴി തരുമെന്ന് അഭിപ്രായപ്പെട്ടു. അത് നല്ല അഭിപ്രായം തന്നെ, അപ്രകാരം ചെയ്യാമെന്ന് ശ്രീരാമൻ പറഞ്ഞു. അതിനുശേഷം കിഴക്ക് ദിക്ക് നോക്കി തൊഴുതുകൊണ്ട് സമുദ്രതീരത്ത് ദർഭ വിരിച്ച് ഭക്തിപൂർവ്വം നമസ്കരിച്ചു. അത്ഭുത വിക്രമനും ത്രൈലോക്യനാഥനുമായ ശ്രീരാമൻ 3 രാപ്പകലുകൾ വരുണനെ ഭജിച്ചു. എന്നിട്ടും സമുദ്രത്തിനൊരു മാറ്റവും സംഭവിച്ചില്ലെന്ന് കണ്ടപ്പോൾ കോപം കൊണ്ട് കണക്കണ്ണു ചുമന്ന ശ്രീരാമൻ പറഞ്ഞു: ലക്ഷ്മണ, അമ്പും വില്ലും കൊണ്ടുവാ, എന്റെ ശരത്തിന്റെ ശക്തി കണ്ടുകൊള്ളൂ. നമുക്ക് വേണ്ട വലിയ വഴി വരുണം തന്നില്ലെങ്കിൽ ഞാൻ സമുദ്രം ഭസ്മമാക്കും. എന്റെ പൂർവികർ വളർത്തിയെടുത്ത സമുദ്രം ഇന്ന് ഞാൻ ഇല്ലാതാക്കും. സമുദ്രജലം മുഴുവൻ ഞാൻ നശിപ്പിക്കും. വാനരന്മാർ സസന്തോഷം കാൽനടയായി സഞ്ചരിക്കും. ഇങ്ങനെ പറഞ്ഞ് വില്ലുകുഴിയെ കുലച്ചുകൊണ്ട് രാമൻ സമുദ്രത്തോട് പറഞ്ഞു: ആർക്കും തടുക്കാനാവാത്ത എന്റെ ശരപ്രയോഗ പാടവം സകല ജീവികളും കണ്ടുകൊള്ളുവിൻ. ഞാൻ സമുദ്രത്തെ ഭസ്മമാക്കും. ഇങ്ങനെ ശ്രീരാമന്റെ എല്ലാവരും വൃക്ഷങ്ങളും മരങ്ങളും ഭൂമിയും കൂടി ഭയന്ന് വിറച്ചു. സൂര്യൻ മറഞ്ഞു. എല്ലായിടത്തും ഇരുട്ട് നിറഞ്ഞു. കടൽ ക്ഷോഭിച്ച് കര കവിഞ്ഞു. വലിയ തിരമാലകൾ ആഞ്ഞടിച്ചു. അതിഭയങ്കരമായ മുതലാതിമിംഗലങ്ങൾ, മറ്റു മത്സ്യങ്ങൾ എന്നിവയെല്ലാം പേടിച്ചു വിറച്ചു. അപ്പോൾ ഭയന്ന് വിറച്ച വരുണൻ ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ 10 ദിക്ക് നിറഞ്ഞ ശോഭയോടുകൂടി കൈകളിൽ രത്നങ്ങളുമേന്തി രാമപാദങ്ങളിൽ ലജ്ജാപൂർവ്വം സമർപ്പിച്ച് ദണ്ഡ നമസ്കാരം ചെയ്തിട്ട് കോപിഷ്ഠനായ രാമനെ ഇങ്ങനെ സ്തുതിച്ചു: 3 ലോകങ്ങളും കാത്തരുളുന്ന ജഗന്നാഥനും വിഷ്ണുവും രാവണാന്തകനും ലക്ഷ്മീകാന്തനുമായ ശ്രീരാമ, എന്നെ രക്ഷിച്ചാലും. ആദ്യകാലത്ത് മായാഗുണങ്ങൾ കൊണ്ട് കാലസ്വരൂപനായ അങ്ങ് പഞ്ചഭൂതങ്ങളെ ജഡസ്വഭാവത്തോടുകൂടി സൃഷ്ടിച്ചു. എന്നെ സൃഷ്ടിച്ചത് ഏറ്റവും ജഡസ്വഭാവത്തോടെയാണ്. അങ്ങയുടെ തീരുമാനം ലംഘിക്കാൻ ആർക്കാണ് കഴിവുള്ളത്? തമോ ഗുണത്തിൽ നിന്നുണ്ടായ വസ്തുക്കൾക്ക് തമോ ഗുണ സ്വഭാവമല്ലേ കാണുകയുള്ളൂ. ജഡത താമസ ഗുണത്തിന്റെ സ്വഭാവമാണ്. ജ്ഞാനസ്വരൂപനും നിഷ്കളങ്കനും മോക്ഷദായകനുമായ അങ്ങയെ മൂഢനായ ഞാൻ എങ്ങനെ അറിയാനാണ്? സർവജഗത്തിന്റെയും പിതാവായ ശ്രീരാമചന്ദ്ര, ഞാൻ ശരണം പ്രാപിക്കുന്നു. എനിക്ക് അഭയം നൽകിയാലും. ഞാൻ ലങ്കയിലേക്കുള്ള മാർഗം ഇതാ നൽകുന്നു. ഇങ്ങനെ സ്തുതിച്ച വരുണനോട് ശ്രീരാമൻ അരുളി ചെയ്തു: ഞാൻ തൊടുത്ത ശരം വെറുതെയാവുകയില്ല. അതിനൊരു ലക്ഷ്യം വേണം. അതിന് നീ ഒരു ലക്ഷ്യം കാണിച്ചു തരിക. കരുണാനിധിയായ ഭഗവാനെ, വടക്കേ ദിക്കിലെ കടൽ തീരത്ത് ദ്രുമകുല്യ എന്നു പേരുള്ള സുഭിക്ഷമായ ഒരു സ്ഥലമുണ്ട്. അവിടെ പാപികളും ഉപദ്രവകാരികളുമായ ഒരു കൂട്ടം രാക്ഷസന്മാരുണ്ട്. വേഗം അവർക്ക് നേർക്ക് ശരമയക്കുക. അത് തീർച്ചയായും ലോകത്തിന് ഉപകാരപ്രദമാകും. വരുണന്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ ശരമയക്കുകയും ദുഃഖകാരികളായ രാക്ഷസന്മാരെ മുഴുവൻ കൊന്നതിനു ശേഷം ബാണം ശ്രീരാമന്റെ ആവനാഴിയിലെത്തി. ആഭീരന്മാർ മുഴുവൻ നശിച്ചപ്പോൾ ആ പ്രദേശം ശോഭനമായി തീരുകയും കടൽ തീരം വാസയോഗ്യമായി തീരുകയും ചെയ്തു. അതിനെ തുടർന്ന് വരുണൻ പറഞ്ഞു: നളൻ എന്ന വാനരശ്രേഷ്ഠൻ എന്റെ ജലത്തിൽ ഉടൻ തന്നെ സേതു നിർമ്മിക്കട്ടെ. ദേവശില്പിയായ വിശ്വകർമാവിന്റെ മകനായതിനാൽ അവൻ അക്കാര്യത്തിൽ പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല. അവൻ സകല ശില്പകലകളിലും താല്പര്യമുള്ളവനാണ്. ലോകത്തിന്റെ സങ്കടം നിവാരണം ചെയ്യുന്ന അങ്ങയുടെ വിശ്വവ്യാപകമായ കീർത്തി മേൽക്കുമേൽ വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു തൊഴുതുകൊണ്ട് വരുണൻ മറഞ്ഞു. ഇതിൽ സന്തുഷ്ടനായ ശ്രീരാമൻ ലക്ഷ്മണനോടും സുഗ്രീവനോടും ആലോചിച്ചിട്ട് ശില്പകലാ സമർത്ഥനായ നളനെ വിളിച്ചിട്ട് സേതു നിർമ്മിക്കാൻ ആജ്ഞാപിച്ചു. വാനരപ്രമുഖനായ നളൻ ശ്രീരാമനെ വന്ദിച്ചിട്ട് തടുക്കാൻ കഴിയാത്ത വീര്യമുള്ള പർവ്വത ശരീരികളായ വാനരന്മാർ നാനാ ദിക്കുകളിൽ നിന്ന് കൊണ്ടുവന്ന പർവ്വതഖണ്ഡങ്ങൾ, കല്ലുകൾ, മരങ്ങൾ മുതലായവ കൊണ്ട് ഉത്സാഹപൂർവ്വം സേതു നിർമ്മിച്ചു തുടങ്ങി. 100 യോജന നീളവും 10 യോജന വീതിയുമാണ് സേതു നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. പണി തുടങ്ങിയ ശുഭമുഹൂർത്തത്തിൽ ശ്രീരാമൻ 3 ലോകങ്ങളുടെയും ഹിതത്തിനും പാപഹരികാരത്തിനും വേണ്ടി വ്യോമകേശനും ശങ്കരനുമായ ശ്രീ പരമേശ്വരനെ അവിടെ പ്രതിഷ്ഠിച്ചു പൂജിച്ച് നമസ്കരിച്ചിട്ട് ആ സ്ഥലത്തിന് രാമേശ്വരം എന്ന പേരിട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ വന്ന് സേതുബന്ധം കണ്ട് രാമേശ്വരനെ ഭക്തിപൂർവ്വം ഭജിക്കുന്നവർ ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്ന് മോചിതരാവുകയും എന്റെ അനുഗ്രഹത്താൽ ശുദ്ധരായി തീരുകയും ചെയ്യും. അയാൾക്ക് മോക്ഷവും ലഭിക്കും. സേതുബന്ധത്തിൽ മുങ്ങിക്കുളിച്ച് ബോധനാഥനായ രാമേശ്വരനെയും വന്ദിച്ച് കാശിയിലെത്തി ഗംഗാസ്നാനവും നടത്തി അവിടെ നിന്ന് ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരന് അഭിഷേകം ചെയ്തിട്ട് പാത്രാദിഭാരങ്ങളെല്ലാം സമുദ്രത്തിൽ കളഞ്ഞ് മുങ്ങിക്കുളിക്കുന്ന ഭക്തന് സായുജ്യം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്രകാരം ശ്രീരാമൻ അരുളി ചെയ്തത് കേട്ട് എല്ലാവരും അദ്ദേഹത്തെ വണങ്ങി.
തുടർന്ന് വിശ്വകർമാവിന്റെ മകനായ നളൻ സേതു നിർമ്മാണം തുടങ്ങി. പർവ്വതഖണ്ഡങ്ങൾ, പാറകൾ, വൃക്ഷങ്ങൾ എന്നിവ കൊണ്ടുവന്ന ആദ്യ ദിവസം 14 യോജന ദൂരം സേതു പണിതു. പിറ്റേ ദിവസം 20 യോജന, മൂന്നാം ദിവസം 21 യോജന, നാലാം ദിവസം 22 യോജന, അഞ്ചാം ദിവസം 23 യോജന എന്നീ ക്രമത്തിൽ 5 ദിവസം കൊണ്ട് 100 യോജന ദൂരം നീളമുള്ള സേതു തീർത്തതിനു ശേഷം സേതുവിന്റെ മുകളിൽ കൂടി ക്ലേശം കൂടാതെ വാനരന്മാർ നടന്നു തുടങ്ങി. ഹനുമാന്റെ തോളിൽ ശ്രീരാമനും അംഗദന്റെ തോളിൽ ലക്ഷ്മണനും കയറി വാനര സൈന്യത്തോടൊന്നിച്ച് സുബേല പർവ്വതത്തിന്റെ മുകളിലെത്തി. അവിടെ നിന്നുകൊണ്ട് ശ്രീരാമൻ കൗതുകത്തോടെ ലങ്കാപുരിയെ വീക്ഷിച്ചു. ഇന്ദ്രന്റെ അമരാവതിക്ക് തുല്യമായ ലങ്കാനഗരം ശ്രീരാമൻ കണ്ടു. സ്വർണമയമായ കൊടിമരങ്ങളും ശതഗ്നി തുടങ്ങിയ ആയുധങ്ങൾ ഘടിപ്പിച്ച കോട്ടമതിലുകൾ, വളച്ചുവാതിലുകൾ, കൈലാസ തുല്യമായ ഗോപുരങ്ങൾ, കിടങ്ങുകൾ, മനോഹരങ്ങളായ മാളികകൾ എന്നിവയോട് കൂടിയതായിരുന്നു രാവണന്റെ രാജധാനി. ഉന്നതവും വിശാലവുമായ മാളികമുറിയിൽ മന്ത്രിമാരാൽ സേവിതനായി രത്നങ്ങൾ പതിച്ച കാലുകളുള്ള വെൺകൊറ്റക്കുടയ്ക്ക് കീഴിലിരുന്ന് ബാലസുന്ദരിമാരെ കൊണ്ട് ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും വീശിച്ച് ദേവേന്ദ്രന്റെ പ്രഭാവത്തോടെ രത്നസിംഹാസനത്തിൽ 10 കിരീടങ്ങൾ അണിഞ്ഞ നീലശൈലം പോലെയും കാർമേഘം പോലെയുമുള്ള മനോഹരനായ രാവണനെ കണ്ട് മനസ്സിൽ ബഹുമാനവും വിസ്മയവും തോന്നിയ ശ്രീരാമൻ പുഞ്ചിരിയോടെ വാനരന്മാരോട് പറഞ്ഞു: നേരത്തെ ബന്ധനസ്ഥനാക്കിയ ശുകനെ വേഗം വിട്ടയക്കൂ. അവൻ പോയി വൃത്താന്തങ്ങളെല്ലാം ഒന്നൊഴിയാതെ രാവണനെ അറിയിക്കട്ടെ. ഇത് കേട്ട ശുകൻ ശ്രീരാമനെ വണങ്ങി തൊഴുതിട്ട് വേഗം രാവണന്റെ മുമ്പിലെത്തിയ ശുകനോട് രാവണൻ ചോദിച്ചു: നീ മടങ്ങി വരാൻ ഇത്ര താമസിച്ചതെന്താണ്? വാനരന്മാർ നിന്നെ തിരിച്ചറിഞ്ഞ് പിടികൂടി അപമാനിച്ചോ? നിനക്ക് ഈ ക്ഷീണഭാവം ഉണ്ടായതെങ്ങനെ? വിഷമിക്കാതെ സകലതും പറയൂ. രാക്ഷസ രാജാവിന്റെ വാക്കുകൾ കേട്ട ശുകൻ രാവണനോട് പരമാർത്ഥം മുഴുവൻ പറഞ്ഞു: രാക്ഷസ രാജാവെ, ജയിച്ചാലും അങ്ങയ്ക്ക് മോക്ഷോപദേശത്തിനുള്ള വഴിയെന്ന നിലയിൽ ഞാൻ ചിലത് പറയാം. കടലിന്റെ വടക്കേ തീരത്തിന് മുകളിൽ ചെന്ന് വൈകാതെ ഞാൻ അങ്ങയുടെ വാക്കുകൾ പറഞ്ഞപ്പോൾ വാനരന്മാർ എന്നെ ചാടിപ്പിടിച്ച് കൊല്ലാനൊരുങ്ങി. അപ്പോൾ ഞാൻ രാമ രാമ പ്രഭോ രക്ഷിക്കണേ എന്ന് വിളിച്ചു ദുഃഖത്തോടെ ഉറക്കെ കരഞ്ഞു. എന്റെ ദീനരോധനം കേട്ട് ദയാലുവായ ശ്രീരാമചന്ദ്രൻ ദൂതൻ വധാർഹനല്ല, ഇവനെ വിട്ടയക്കൂ എന്ന് അരുളി ചെയ്തു. അപ്പോൾ വാനരന്മാർ എന്നെ വിട്ടയച്ചു. ശ്രീരാമൻ അനുവാദം നൽകിയതിനാൽ ഞാൻ പേടികൂടാതെ വാനര സൈന്യത്തെ മുഴുവൻ കണ്ട് തിരിച്ചു പോന്നു. അതിനുശേഷം ശ്രീരാമൻ എന്നോട് പറഞ്ഞു: നീ ചെന്ന് രാവണനോട് പറയുക, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നേൽപ്പിക്കുക, അല്ലെങ്കിൽ ഒട്ടും വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലൊന്ന് അതിവേഗം ചെയ്യണം. രണ്ടിലേതായാലും എനിക്കൊന്നുപോലെയാണെന്ന് നീ പറയണം. സീതയെ കട്ടുകൊണ്ടുവന്ന അന്ധഭാവത്തിൽ കഴിയാൻ നിന്നെ പ്രേരിപ്പിച്ച ശക്തി യുദ്ധം ചെയ്യാനുമുണ്ടെങ്കിൽ നീ വേഗം യുദ്ധത്തിന് പുറപ്പെടൂ. ലങ്കാനഗരവും രാക്ഷസ സൈന്യവും ശരങ്ങൾ കൊണ്ട് ഒരു സംശയം കൂടാതെ നശിപ്പിച്ച് എന്റെ ഉള്ളു നിറഞ്ഞു നിൽക്കുന്ന കോപം ഞാൻ ശമിപ്പിക്കുന്നുണ്ട്. അങ്ങ് രാക്ഷസകുല ശ്രേഷ്ഠനായ ശക്തനാണെങ്കിൽ ഉടനെ യുദ്ധത്തിന് പുറപ്പെടുക. ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങയുടെ സഹോദരനായ വിഭീഷണനോട് കൂടി ശ്രീരാമചന്ദ്രൻ അവിടെ ഇരുന്നു. സുഗ്രീവനോടും ലക്ഷ്മണനോടും കൂടി അസംഖ്യം വാനര സൈന്യം അങ്ങേ രണഭൂമിയിൽ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. സൈന്യം മുഴുവൻ വാനരവീരന്മാരാൽ സംരക്ഷിതരാണ്. പർവ്വത തുല്യരായ വാനരന്മാർ ഗർജനത്താൽ ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് സർവ്വലോകങ്ങളും ഭസ്മമാക്കാനുള്ള ഗർവോടെ നിർഭയം നിൽക്കുന്നത് കണ്ടാലും അവരുടെ എണ്ണം കണക്കാക്കാൻ പണ്ഡിത ശ്രേഷ്ഠനും സംഖ്യാശാസ്ത്രകാരനുമായ സുബ്രഹ്മണ്യന് പോലും കഴിയുകയില്ല. വാനര സൈന്യത്തിലെ പ്രധാനന്മാരെ കുറിച്ച് കേട്ടുകൊള്ളുക. ലങ്കാനഗരത്തിലേക്ക് നിർഭയനായി നോക്കി അലറിക്കൊണ്ട് 1,00,000 പടയാളികളോടൊപ്പം ശത്രുക്കളെ നശിപ്പിക്കാൻ തയ്യാറായി വാലും ഉയർത്തിപ്പിടിച്ച് കാലനു പോലും ഭയമുണ്ടാക്കുമാറ് നിൽക്കുന്നത് അഗ്നിയുടെ മകനായ നീലൻ എന്ന സേനാനായകനാണ്. തൊട്ടടുത്ത് താമരയല്ലി പോലുള്ള ശരീരകാന്തിയുള്ളവനും പർവ്വതത്തിന്റെ കുടിമുടിക്ക് തുല്യനും ബാലിയുടെ മകനും യുവരാജാവുമായ അംഗദനാണ് വാല് നിലത്തടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവന്റെ സമീപം നിൽക്കുന്നത് അങ്ങയുടെ മകന്റെ ഘാതകനും ശ്രീരാമന് പ്രിയങ്കരനും വായുപുത്രനുമായ ഹനുമാനാണ്. വെള്ളിയുടെ ശോഭയുള്ളവനും ഉഗ്രനുമായ ശ്വേതനാണ് സുഗ്രീവനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത്. അവന് സമീപം നിൽക്കുന്നത് രംഭനും അവന്റെ മുമ്പിൽ മഹാബലനും ബമ്പനുമായ ശരഭനുമാണ്. ദേവവൈദ്യന്മാരായ അശ്വിനി ദേവകളുടെ പുത്രന്മാരായ മൈന്ദനും അവന്റെ അനുജൻ വിവിധനുമാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ബുദ്ധിമാനായ വിശ്വകർമാവിന്റെ മകനും ഈ സേതു നിർമ്മിച്ചവനുമാണ് ആ കാണുന്ന നളൻ. താരൻ, പനസൻ, കുമുദൻ, വിനതൻ, വീരനായ വൃഷഭൻ, വികടൻ, വിശാലൻ, ഹനുമാന്റെ പിതാവായ കേസരി, ശൂരനായ പ്രമാദി, ശതബലി, ശക്തനായ ജാമ്പവാൻ, വേഗദർശി, വീരനായ ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ശൂരനായ ദതിമുഖൻ, ജ്യോതിർമുഖൻ, അതിഘോരനായ സുമുഖൻ, ദുർമുഖൻ, ഗോമുഖൻ തുടങ്ങിയ വാനര നായകന്മാരെ പ്രത്യേകമായി എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഇത്തരത്തിലുള്ള 67 കോടി വാനരന്മാരുണ്ട് സസന്തോഷം പടപൊരുതാൻ. അവർക്ക് 21 വെള്ളം
പടയുണ്ട്. ഇവരെല്ലാം ദേവശത്രുക്കളായ രാക്ഷസന്മാരെ നശിപ്പിക്കാൻ ജനിച്ച ദേവാംശങ്ങളാണ്. ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല. സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായ ശ്രീരാമചന്ദ്രനെ ഭക്തിപൂർവം എപ്പോഴും ധ്യാനിച്ചാൽ അങ്ങേക്ക് മുക്തി ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്രകാരം അജ്ഞാനനാശകമായ ശുഗന്റെ വാക്കുകൾ കേട്ട് ശുഗൻ ദഹിച്ചു പോകുമോ എന്ന് തോന്നും വിധം കോപത്താൽ ചെമന്നു കലങ്ങിയ കണ്ണുകൾ കൊണ്ട് രൂക്ഷമായി നോക്കിയിട്ട് രാവണൻ പറഞ്ഞു, എന്റെ ഭൃത്യനായ നീ ലജ്ജയില്ലാതെ ആചാര്യനെ പോലെ എന്നെ ഉപദേശിക്കാൻ എന്താണ് കാരണം? പണ്ടു നീ എനിക്ക് ചെയ്തു തന്ന ഉപകാര നിമിത്തം നിന്നോട് എനിക്ക് കാരുണ്യമുണ്ട്. അതുകൊണ്ട് നിന്നെ ഇന്ന് ഞാൻ കൊല്ലുന്നില്ല. എന്റെ മുമ്പിൽ നിന്ന് നീ മറയത്തു പോ. കേട്ടാൽ സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ കേട്ടാൻ അത് പൊറുക്കാൻ എനിക്ക് ക്ഷമയില്ല. നീ എന്റെ മുമ്പിൽ ഇനി കാൽക്ഷണം നിന്നാൽ ഇന്ന് തന്നെ നിനക്ക് മരണം സംഭവിക്കും. ഇത് കേട്ട് ഭയന്ന് വിറച്ച ശുഗൻ തന്റെ ഗൃഹത്തിലേക്ക് മടങ്ങി. ശുഗന്റെ പൂർവ്വ വൃത്താന്തം കേട്ടുകൊള്ളൂ. പണ്ട് നിർമ്മലനും മഹാജ്ഞാനിയുമായിരുന്ന ശുഗൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ ബ്രാഹ്മണ്യത്തിൽ നിഷ്ഠയോടെ വാനപ്രസ്ഥം സ്വീകരിച്ച് ദേവന്മാരുടെ കാര്യത്തിനു വേണ്ടി വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വനത്തിൽ കഴിയുകയായിരുന്നു. ദേവന്മാരുടെ അഭിവൃദ്ധിക്കും ദേവശത്രുക്കളായ രാക്ഷസന്മാരുടെ നാശത്തിനും വേണ്ടി ശുഗൻ നടത്തുന്ന യാഗാദി കർമ്മങ്ങൾ രാക്ഷസരെ പ്രകോപിതരാക്കി. അക്കാലത്ത് ദേവശത്രുവും മഹാദുഷ്ടനും രാക്ഷസ നായകനുമായ വജ്രദംഷ്ട്രൻ എന്ന രാക്ഷസൻ ശുഗനെ ദ്രോഹിക്കാൻ അവസരം പാർത്തു കഴിയുകയായിരുന്നു. ഒരു ദിവസം അഗസ്ത്യ മഹർഷി ശുഗന്റെ ആശ്രമത്തിലെത്തി. ശുഗൻ അഗസ്ത്യനെ വിധിപ്രകാരം സ്വീകരിച്ച് ആദരിച്ചു. ശുഗൻ മഹർഷിയെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അഗസ്ത്യൻ കുളിക്കാൻ പോയ അവസരത്തിൽ വജ്രദംഷ്ട്രൻ അഗസ്ത്യന്റെ രൂപം ധരിച്ച് ശുഗനോട് മന്ദഹാസത്തോടെ ഇങ്ങനെ പറഞ്ഞു, മാംസത്തോടു കൂടിയ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നാളായി. ഇന്ന് എനിക്ക് സമൃദ്ധമായ ഭക്ഷണത്തിന് ആട്ടിറച്ചിക്കറി കൂടി വേണം. അങ്ങ് ബ്രാഹ്മണോത്തമനായ ത്യാഗിയാണല്ലോ. ശുഗൻ പത്നിയോട് ഇക്കാര്യം പറഞ്ഞു. ശുഗപത്നി സമ്മതിച്ചു. അതിനിടയിൽ വജ്രദംഷ്ട്രൻ മായ കൊണ്ട് ശുഗപത്നിയെ മോഹലാസ്യപ്പെടുത്തിയതിനു ശേഷം ശുഗപത്നിയുടെ വേഷം ധരിച്ച് അഗസ്ത്യന് മനുഷ്യമാംസം വിളമ്പിക്കൊടുത്തിട്ട് വേഗം മറഞ്ഞു. മനുഷ്യമാംസം കണ്ട് ക്രുദ്ധനായ അഗസ്ത്യൻ ശുഗനെ ഇങ്ങനെ ശപിച്ചു, എന്റെ തപശക്തി കൊണ്ട് നീ ഇനി മനുഷ്യരെ തിന്നുന്ന രാക്ഷസനായി ഭൂമിയിൽ കഴിയട്ടെ. ഇങ്ങനെ ഒരു ശാപം കേട്ടിട്ട് ശുഗൻ അത്ഭുതപ്പെട്ടിട്ട് അഗസ്ത്യമുനിയോട് പറഞ്ഞു, എന്താണിതിന് കാരണം? ഭക്ഷണത്തോടു കൂടി മാംസം വേണമെന്ന് കൽപ്പിച്ചത് മറ്റാരുമല്ലല്ലോ. എന്നിട്ട് മാംസം വിളമ്പിയതിന് എന്നെ ശപിച്ചത് എന്റെ ദുഷ്കർമ്മ ഫലമാണെന്നേ പറയാൻ കഴിയൂ. ശുഗന്റെ വാക്കുകൾ കേട്ട അഗസ്ത്യമുനി ചോദിച്ചു, പറയൂ, നീ എന്താണ് പറഞ്ഞത്? നടന്നതെല്ലാം നീ എന്നോട് പറയൂ. ശുഗൻ പറഞ്ഞു, ഞാൻ സത്യം പറയാം. അങ്ങ് കുളിക്കാൻ പോയതിനു ശേഷം ഇടയ്ക്ക് തിരികെ വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണത്തിന് മാംസക്കറി കൂടി വേണമെന്ന്. അതനുസരിച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ജ്ഞാനദൃഷ്ടിയിലൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അഗസ്ത്യമുനി പറഞ്ഞു, നാം ചതിക്കപ്പെട്ടു. രാക്ഷസന്മാരാണ് ഇത് ചെയ്തത്. ഞാനും അല്പനേരം മൂഢനായി പോയി. വിധിമതം ആർക്കും മാറ്റാനാവില്ല. എങ്കിലും എന്റെ വാക്കുകൾ അസത്യമാവുകയില്ല. നീയും സത്യസന്ധനാണ്. ഈ ശാപം നിനക്ക് മേലിൽ മംഗളകരമാകും. ഞാൻ ശാപമോക്ഷം നൽകാം. രാവണൻ ശ്രീരാമന്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയി ഉദ്യാനത്തിൽ ഒരറ്റത്ത് പാർപ്പിക്കും. നീ അക്കാലത്ത് രാവണന്റെ ഭൃത്യനാകും. നീ രാവണന്റെ പ്രീതിക്ക് പാത്രമാകും. ശ്രീരാമൻ വാനര സൈന്യവുമായി വന്ന് ലങ്ക വളഞ്ഞിരിക്കുന്ന സമയം വിവരങ്ങളെല്ലാം അറിഞ്ഞു വരാൻ രാവണൻ നിന്നെ അയക്കും. അന്ന് നീ ചെന്ന് രാമനെ ആദരപൂർവ്വം വണങ്ങുക. അനന്തരം രാവണനോട് ചെന്ന് വസ്തുതകളെല്ലാം അറിയിക്കുക. തുടർന്ന് രാവണന് തത്വോപദേശം നൽകണം. നീ ദേവന്മാർക്ക് പ്രിയങ്കരനാകും. അതോടെ രാക്ഷസ സ്വഭാവം മാറി നിനക്ക് ബ്രാഹ്മണത്വവും കൈവരും. ഇങ്ങനെ അഗസ്ത്യമുനി ശുക്രനെ അനുഗ്രഹിച്ചു. രാമായണ മാസം 26-ാം ദിവസത്തെ രാമകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.